നമസ്കാരം. ഇന്നലെ AIYF-ഉം AISF-ഉം നടത്തിയ നിയമസഭാ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ ജലപീരങ്കി പ്രയോഗത്തിൽ ഉപയോഗിച്ച വെള്ളത്തിന്റെ ഗുണമേന്മയെ ചൊല്ലി നിയമസഭയിൽ ഇന്നലെ തർക്കം ഉടലെടുത്തിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിഷയം സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരുന്നു. പിണറായി മലിനജലം കുപ്പിയിൽ ശേഖരിച്ചെത്തിയാണ് വിഷയം ഇന്നലെ ഉന്നയിച്ചത്. പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം ലാത്തി ചാർജും ജലപീരങ്കിയും നേരിടേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വലിയ ചർച്ചയാക്കുന്നുണ്ട്. ഇന്ന് പിണറായിയുടെ കയ്യിൽ മലിനജലം എത്തിയ വഴി എങ്ങനെയെന്ന പത്രവാർത്തയിലുണ്ട്. മെട്രോ വാർത്തയിലെ ചീഫ് ഫോട്ടോഗ്രാഫർ KV ജയചന്ദ്രൻ പകർത്തിയ ചിത്രങ്ങൾ ആയുധമാക്കിയാണ് കോൺഗ്രസുകാർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ജലപീരങ്കി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും വെള്ളം നിലത്ത് വീഴും. റോഡിൽ നിലത്ത് വീണ് കെട്ടിക്കിടന്ന വെള്ളം കുപ്പിയിൽ കോരിയെടുക്കുന്ന പ്രവർത്തകനെയും ആ വെള്ളവുമായി നിയമസഭയിലേക്ക് പോകുന്ന MLA രാജനെയും കാണാം. ഇതേ കുപ്പിയുമായി പിണറായി സഭയിൽ വിഷയം അവതരിപ്പിക്കുന്നതും വാർത്താ ചിത്രമായി നൽകിയിട്ടുണ്ട്. ജലപീരങ്കിയിൽ നിന്നും റോഡിൽ വീണ വെള്ളം കുപ്പിയിലാക്കുന്ന ചിത്രം പുറത്തു വന്നതോടെ പ്രതിപക്ഷത്തെ വിമർശിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നു. രാജനും വിജയനും ഒക്കെ എത്ര വലിയ കള്ളന്മാരാണെന്നതിന് ഇതിൽ വലിയ തെളിവ് വേണോ? റോഡിൽ വെള്ളം വീണാൽ ചെളിവെള്ളം അല്ലാണ്ട് പിന്നെ സോഡാ സർബത്താകുമോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. PM ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI യുവജന വിദ്യാർത്ഥി സംഘടനയായ AIYF-ഉം AISF-ഉം നടത്തിയ പ്രതിഷേധം സംഘർഷമായതിനെ തുടർന്നാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. ഇതിൽ ചെളിവെള്ളം ഉണ്ടായെന്ന ആരോപണത്തിൽ നിയമസഭയിൽ പ്രതിഷേധിച്ചാണ് പിണറായി സഭയിൽ രംഗത്ത് വന്നത്. പിണറായി വിജയന് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു. പ്രതിഷേധത്തിനെതിരെ ജലപീരങ്കിയിൽ പോലീസ് ഉപയോഗിച്ച് വെള്ളം കുപ്പിയിൽ കൊണ്ടുവന്നാണ് പിണറായി വിജയൻ ആരോപണം ഉന്നയിച്ചത്. ഇതിന് മറുപടിയുമായിരുന്നു രാഹുൽ രംഗത്തെത്തിയത്. പ്രതിപക്ഷ സമരക്കാരുടെ ദേഹത്തടിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനജലമായിരുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ ദേഹത്തടിച്ചത് പനിനീരോ മിനറൽ വാട്ടറോ അല്ലായിരുന്നു. അന്ന് വസ്ത്രത്തിന് നിറം മാറിയത് കളറിളകിയത് കൊണ്ടല്ല, പോലീസിന്റെ ലാത്തിയും ഗ്രനേഡും ഏറ്റുവാങ്ങി ഞങ്ങളുടെ ചോര വീണതുകൊണ്ടായിരുന്നു. പ്രതിപക്ഷ യുവജന നേതാക്കളോടാണ് 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി തെരുവിൽ ഇറങ്ങിയതുകൊണ്ടാണ് ഈ ചൊറിച്ചിൽ. അതങ്ങ് ശീലമായിക്കൊള്ളും. സമരാഭിവാദ്യങ്ങൾ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്തായാലും പ്രതിഷേധക്കാർ കൊണ്ടുവന്ന വെള്ളം അത് റോഡിൽ വീണ വെള്ളമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് ആ ഫോട്ടോഗ്രാഫുകൾ. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ച നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിഷയം ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് സാധാരണ എടുക്കുന്നത്. വെള്ളം കണ്ടാമിനേറ്റഡ് ആണ് അല്ലെങ്കിൽ വെള്ളം മലിനജലമാണോ എന്നത് ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കുമെന്ന ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു. ലാബിൽ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷമായിരിക്കും പ്രതികരണം ഉണ്ടാവുകയുള്ളൂ എന്ന് മറുപടിയും പറഞ്ഞിരുന്നു. എന്തായാലും പ്രതിഷേധക്കാരെ നേരിടാൻ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് മുന്നിൽ ബാരിക്കേഡ് സ്ഥാപിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ വിദ്യാർത്ഥികൾ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്നാണ് ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞത്. അരമണിക്കൂറിന് ശേഷം ശരീരമാസകലം ചൊറിച്ചിൽ അനുഭവപ്പെടുകയായിരുന്നുവെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും പറഞ്ഞു. ആദ്യം ജലപീരങ്കിയിൽ നിന്നും കട്ടച്ചെളിയും പിന്നീട് മഞ്ഞ നിറത്തിലുള്ള വെള്ളവുമാണ് വന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കക്കൂസ് മാലിന്യം കലർന്നിട്ടുള്ള വെള്ളമാണോ ഉപയോഗിച്ചെന്ന സംശയവും വിദ്യാർത്ഥികൾ പങ്കുവച്ചിരുന്നു. വിദ്യാർത്ഥികളെ പിന്തുണച്ച് തൃശൂർ ഒല്ലൂർ MLA K രാജനും രംഗത്തെത്തിയിരുന്നു.